ആദ്യം ഞാൻ വി എസ് സുനിൽകുമാറിലേക്ക് പോകുന്നു. ശ്രീ സുനിൽകുമാർ, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അങ്ങ് ചില സംശയങ്ങൾ ഉന്നയിച്ചതാണ്, ചില ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷേ അങ്ങ് പരാതി രേഖാമൂലം നൽകിയിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്, ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. അദ്ദേഹത്തിനോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള 4 പരാതികളുടെ കോപ്പികൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ പത്രക്കാരെ കാണിക്കുകയുണ്ടായി. രത്തൻ യു ഖേൽക്കർ എന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ കലക്ടറുടെ മുഖ്യ ഭരണാധികാരിക്ക് എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ടുള്ള KP രാജേന്ദ്രനും അതുപോലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൊടുത്തിട്ടുള്ള പരാതികൾ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ദുരൂഹമായിട്ടൊരു കാര്യമാണ്. കാരണം ഈ വോട്ടർ പട്ടിക 4/4/2024 അതിൻ്റെ അന്തിമമായി പോളിങ്ങിന് മുമ്പുള്ള ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു 22/1/2024 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയ്ക്ക് ശേഷം ചേർത്തിട്ടുള്ള വോട്ടുകളെ സംബന്ധിച്ചാണ് തർക്കങ്ങൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഉയർന്നു വന്നിരിക്കുന്ന തർക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം 6-ൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളിൽ വളരെ ദുർബലമായിട്ടുള്ള ചില രേഖകളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഏത് വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ വോട്ടവകാശം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ ആ ലൂപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളെ, അത് ആരും നിഷേധിച്ചാലും ശരി, ആ വോട്ട് കൊണ്ട് മാത്രമാണോ ജയിച്ചത് എന്ന ചോദ്യങ്ങളെക്കാൾ അപ്പുറത്ത് വളരെ ഫെയറായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു വ്യക്തിയുടെ വോട്ട് പോലും അങ്ങനെ തെറ്റായ രീതിയിൽ വരാനോ തെറ്റായ രീതിയിൽ നഷ്ടപ്പെടാനോ പാടില്ലാത്ത രീതിയിലാണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രാതിനിധ്യ നിയമപ്രകാരം എന്താണ് ഈ സാധാരണ റെസിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അവിടെ സ്ഥിര താമസക്കാരൻ അല്ലെങ്കിൽ സാധാരണ താമസക്കാരൻ എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കണ്ടീഷൻസാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ വെച്ചത്. അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരൊറ്റ കണ്ടീഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ സ്മൃതി പരുത്തിക്കാടിന് ഒരു വോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ, ഈ തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ അവരെ വോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അപേക്ഷ കൊടുത്ത് BLO വഴി നിങ്ങൾ അപേക്ഷ ഓൺലൈൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കേണ്ട, നിങ്ങൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്ഥിരതാമസമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അഡ്രസ്സിലേക്ക് വെറും ഒരു പോസ്റ്റ് കാർഡിൻ്റെ അവിടെ റിസീവ് ചെയ്തു എന്നതിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു കോപ്പി കൊടുത്താൽ മാത്രം മതി എന്ന് പറയുകയാണ്. അത് നല്ല കാര്യം തന്നെയായിരിക്കാം. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള നിരവധി ആളുകൾ അവിടെ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ആരോപണം ചട്ടത്തിൽ ഇളവ് വരുത്തി. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റിൻ്റെ അതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രത്തൻ ഖേൽക്കർ പറഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള മറുപടിയാണ്. ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ 25/3/2024 കൃത്യമായ രീതിയിൽ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുന്നത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോപ്പിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വ്യക്തതയോടുകൂടി ഇന്ന ആളുകൾ എന്ന നിലയിൽ വരവൂർ പഞ്ചായത്തിലെ 2 വോട്ടർമാർ, അവർക്ക് അവിടെ വോട്ടുണ്ടായിട്ടും അവരവിടെ സ്ഥിരതാമസക്കാരായിട്ടും ഇവിടെ സ്ഥിരതാമസക്കാരല്ല എന്ന് ഉറപ്പുള്ള 2 വോട്ടർമാരെ സംബന്ധിച്ചുള്ള പരാതി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ പരാതിയെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കാതെ ഒരു ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നു. അതിനുശേഷം ഈ ഫൈനൽ വോട്ടർ പട്ടിക വന്നതിന് ശേഷം തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പായി അന്തിമമായി ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു. BLO മാർ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റ് അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വന്നാൽ തന്നെ അത്തരം ആളുകളെ നമുക്ക് വേണമെങ്കിൽ കലക്ടർക്ക് വേണം അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ
ആബ്സെൻ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ സ്ഥലത്തില്ലാത്തവരെന്ന നിലയിലോ ഡെത്ത് എന്ന നിലയിലോ ചൂണ്ടിക്കാണിക്കുന്ന AST ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ സസ്പീഷ്യസ് ആയിട്ട് വേണമെങ്കിൽ അവരെ വോട്ട് നമുക്ക് തടയുകയോ അല്ലെങ്കിൽ അത് സസ്പീഷ്യസ് ആയിട്ട് വെക്കുകയോ ചെയ്യാം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 44 ആളുകളുടെ പേരുകൾ വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 26/4/2025 KP രാജേന്ദ്രന് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള അവിടുന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു പരാതിയാണ്. ഈ പരാതി അത് കൊടുത്തിട്ടും അതിലൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത്, രത്തൻ കേൽക്കർ പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ശരി. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ, രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഇവിടെ നിന്ന് പോയ തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് KB സുമേഷ് ഈ കാര്യം തഹസിൽദാരായിരിക്കുന്ന ആളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതേ ആവശ്യം തന്നെ KV ദാസൻ എന്ന് പറയുന്ന UDFന്റെ പ്രതിനിധി അത് വീണ്ടും ആവർത്തിച്ച് ഈ ആക്ഷേപം അവിടെ ഉന്നയിച്ചു. അപ്പോൾ വോട്ടർ പട്ടികയിൽ ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിട്ടില്ല എന്ന് രത്തൻ ഖേൽക്കർ പറയുന്നത് തെറ്റാണ് അല്ലേ? അടിസ്ഥാനരഹിതമാണ്. പച്ചക്കള്ളം. അത് ഞാൻ പറയുന്നത് ഒരിക്കലും രത്തൻ കേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അങ്ങനെ പറയുമെന്ന് എനിക്ക് വളരെ സംശയമില്ല. പക്ഷേ ഈ തൃശ്ശൂർ ജില്ലയിലെ വരണാധികാരി ഈ വിവരം സംസ്ഥാന അധികാരി അറിയിക്കാതിരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് ഇവിടെ എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു മറുപടി പറയുമ്പോൾ ആ മറുപടി സത്യസന്ധമായിരിക്കുകയും അത് രേഖാപരമായി അത് വസ്തുതയോടുകൂടി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത കാര്യം പറയുന്നതല്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അതിൽ ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഇലക്ഷന് ശേഷം ഈ കലക്ടർ ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി കലക്ടർ ഞങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിരിക്കുന്ന KP രാജേന്ദ്രൻ്റെ കയ്യിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടു ഇലക്ഷന് ശേഷം. അപ്പോൾ ഇതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത്ര ഉണ്ടായിട്ട് പോലും ഇത് മറുപടിയൊന്നും അപേക്ഷയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ആക്ഷേപകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നൊരു വിഷയമല്ല. ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും. അപ്പോൾ നാം പരാജയപ്പെട്ടാലും ജയിച്ചാലും അത് ജയിച്ച എത്ര വോട്ടിനാണെങ്കിലും പരാജയപ്പെട്ട എത്ര വോട്ടിനാണെങ്കിലും അത് വളരെ ട്രാൻസ്പെറൻ്റായ വളരെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ആയിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതിൻ്റെ ഒരു പ്രാധാന്യവുമാണ്. അതാണ് ഇവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, രാഷ്ട്രീയ പാർട്ടികളല്ല ഇതിനെപ്പറ്റി മറുപടി പറയേണ്ടത്. ഈ രാഷ്ട്രീയ പാർട്ടികളല്ല മറുപടി പറയേണ്ടത്. ഇത് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് തെളിവുകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത തെളിവുകളിലാണല്ലോ തിരിച്ചങ്ങോട്ട് വീണ്ടും അതേ തെളിവുകൾ കൊടുക്കാൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.